ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഷേക്ക് ആയിട്ടാണ് വന്നുള്ളത് കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കണേനാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നു മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ പപ്പായ കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് വലിയൊരു പപ്പായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ പകുതി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തോന്നി നമുക്കൊരു ഷേക്ക് അടിച്ചാലോ എന്ന് തോന്നി. അപ്പോൾ നമുക്ക് പപ്പായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണ്ടേ. അപ്പോൾ നല്ല മധുരമുള്ള പപ്പായ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾക്ക് ഒന്ന് പപ്പായൊക്കെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് അടിപൊളിയാക്കി എടുക്കല്ലേ. അപ്പോൾ ഈ കുരുന്ന് കൊണ്ടുപോയി നമ്മൾ വിത്ത് പാവി അതിൻ്റെ തൈകളൊക്കെ മുളക്കൂട്ടാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പപ്പായയുടെ തൈയൊക്കെ മുളപ്പിച്ചിട്ട് പപ്പായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ തന്നെ പപ്പായയുടെ കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ആ കുരുവൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്യണമല്ലേ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിട്ടാ ഞാൻ. ഇനിയിപ്പോൾ നമുക്കൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് അടിക്കണ ലെവലിലൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം അല്ലേ. പിന്നെ നമുക്ക് പപ്പായ ജ്യൂസ് ഉണ്ടാക്കാൻ പാലും വേണം. പിന്നെ ഈ ബൂസ്റ്റിൻ്റെ പാക്കറ്റില്ലേ, ഇപ്പോൾ നമ്മൾ 5 രൂപയ്ക്കൊക്കെ മേടിക്കണേ അങ്ങനത്തെ പാക്കറ്റുകളും വേണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും. ഈ 2-3 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പപ്പായയുടെ ഷേക്കൊക്കെ കുടിക്കണത് നല്ലതുമല്ലേ, നല്ല സൗന്ദര്യത്തിനായാലും പിന്നെ ഹെൽത്തി ആയതുമാണ്. ഒക്കെ എല്ലാത്തിനും നല്ലൊരു അടിപൊളി ഷേക്ക് തന്നെയല്ലേ പപ്പായ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തൂ. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും കട്ട് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് നന്നായി അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ പപ്പായ മാത്രം പോരല്ലോ, ഞാൻ പാല് കട്ടയാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം കട്ടായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം പാല് ചേർത്ത് കൊടുക്കാം. പാല് അധികം കട്ടായിട്ടില്ല കേട്ടോ, കുറേശ്ശെ കട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പാക്കറ്റിൻ്റെ പകുതി പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഞാൻ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റും കൂടി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ബൂസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് ഷേക്ക് അടിക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും. ഇനി നമുക്ക് ഷേക്കൊക്കെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷേക്കൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മേലെ ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിൽ ഇപ്പോൾ ഐസ്ക്രീമൊന്നും സ്റ്റോക്കില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ നമ്മളിപ്പോൾ ജ്യൂസ് കടയിലൊക്കെ പോയി കുടിക്കുകയാണെന്ന് വെച്ചാൽ ചുരുങ്ങിയതൊരു 70 രൂപ 80 രൂപ ഒക്കെ കൊടുക്കണം അല്ലേ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല ഷേക്ക് കുടിക്കാനും പറ്റും, അധികം പൈസയും ചിലവാവില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റി സെർവ് ചെയ്യണേ. 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ആയി വരും. അപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടി നമുക്കിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്തൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പ്രത്യേകമായി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.